മികച്ച നടൻ ആര്? മത്സരത്തിന് മമ്മൂട്ടിയും ദുൽഖറും. ഡ്യൂക്യുവിന്റെ പോര് 1800 കോടി പടത്തിന്റെ നായകനോട്. മലയാളികളുടെ പ്രിയ താരങ്ങളാണ് മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ മകനും നടനുമായ ദുൽഖർ സൽമാനും. കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്താണ് മമ്മൂട്ടി അമ്പരിപ്പിക്കുന്നതെങ്കിൽ പ്രതിസന്ധികൾ തരണം ചെയ്ത് പാൻ ഇന്ത്യൻ സ്റ്റാറായി തിളങ്ങിയാണ് ദുൽഖർ ഞെട്ടിക്കുന്നത്. ഇരുവരുടെയും നിരവധി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഈ അവസരത്തിൽ മികച്ച നടൻ ആരെന്ന മത്സരത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് മമ്മൂട്ടിയും ദുൽഖറും. സൈമ 2025 മികച്ച നടനുള്ള മത്സരത്തിലാണ് മമ്മൂട്ടിക്കും ദുൽഖറിനും നോമിനേഷൻ ഉള്ളത്. മമ്മൂട്ടി മലയാളത്തിലാണെങ്കിൽ ദുൽഖർ തെലുങ്കിൽ മികച്ച നടനാകാനുള്ള മത്സരത്തിലാണ്. പ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് നോമിനേഷൻ. ഒപ്പം ആസിഫ് അലി, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ എന്നിവരും മത്സര രംഗത്തുണ്ട്. തെലുങ്കിൽ വമ്പൻ താരങ്ങൾക്കൊപ്പമാണ് ദുൽഖറും മാറ്റുരയ്ക്കുക. ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ദുൽഖറിന് നോമിനേഷൻ. അല്ലു അർജുൻ, ജൂനിയൻ NTR, നാനി, പ്രഭാസ്, തേജ സജ്ജ എന്നിവരാണ് ദുൽഖറിനൊപ്പം മികച്ച തെലുങ്ക് നടൻ കാറ്റഗറിയിൽ മത്സരിക്കുന്നത്. മികച്ച നടിക്കുള്ള സൈമ അവാർഡിൽ മലയാളത്തിൽ നിന്ന് 6 പേരാണ് മത്സരിക്കുന്നത്. ജ്യോതിർമയി, മബിത ബൈജു, നസ്രിയ ഫഹദ്, പാർവതി തിരുവൂത്ത്, ഉർവശി, സരിൻ ഷിഹാബ് എന്നിവരാണ് ആ താരങ്ങൾ. കാന്ത എന്ന ചിത്രമാണ് ദുൽഖറിന്റേതായ റിലീസിന് ഒരുങ്ങുന്ന ചിത്രം. സെൽവമണി സെൽവരാജാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കളങ്കാവൽ ആണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രം. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിനായകനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്.